നമസ്കാരം. IHMA സ്പന്ദനം ഹെൽത്ത് ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ രമ്യ, GRS ഹോമിയോപ്പതി ക്ലിനിക്, കഞ്ചിക്കോട്, പാലക്കാട്. എല്ലാ വർഷവും ജൂൺ 18-നാണ് ലോക ഓട്ടിസ്റ്റിക് പ്രൈഡ് ദിനം ആഘോഷിക്കുന്നത്. ഓട്ടിസ്റ്റിക് പ്രൈഡ് ദിനം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ഓട്ടിസം ബാധിച്ചവരിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഓട്ടിസം ബാധിച്ചവരിൽ ആത്മവിശ്വാസം വളർത്തുകയും അവരുടെ അതുല്യമായ കഴിവുകളെ അംഗീകരിക്കുകയുമാണ് ഈ ദിനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇന്ത്യൻ ജേണൽ ഓഫ് പീഡിയാട്രിക്സിൽ പ്രസിദ്ധീകരിച്ച 2021 ഒരു പഠനമനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 68 കുട്ടികളിൽ ഒരാൾ എന്ന തോതിൽ ഓട്ടിസത്തിൻ്റെ വ്യാപനം കണക്കാക്കുന്നു. ആൺകുട്ടികളിൽ സ്പെക്ട്രം ഡിസോർഡേഴ്സിൻ്റെ വ്യാപനം പെൺകുട്ടികളെക്കാൾ 3-4 മടങ്ങ് കൂടുതലാണ്. ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നത് ഒരു വികസന വൈകല്യമാണ്. അത് ഓരോ വ്യക്തികളിലും പലതരത്തിലും വ്യത്യസ്ത തലത്തിലുള്ള തീവ്രതയിലുമാണ് ബാധിക്കുന്നത്. ഓട്ടിസത്തിൻ്റെ പൊതുവായ ലക്ഷണങ്ങൾ നോക്കാം. ഒറ്റയ്ക്ക് തൻ്റേതായ ലോകത്ത് മുഴുകിയിരിക്കുക, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം, കളിപ്പാട്ടങ്ങളും മറ്റു വസ്തുക്കളും നിരനിരയായി അടുക്കി വയ്ക്കുക, ഫാനുകൾ കറങ്ങുന്നതും ബൾബുകൾ പ്രകാശിക്കുന്നതും കുറേ നേരം നോക്കി നിൽക്കുക, ആശ്ലേഷണം, ലാളന തുടങ്ങിയ ശാരീരിക സ്പർശനം ഇഷ്ടപ്പെടാതിരിക്കുക, സംസാരത്തിലെ കാലതാമസം, കൈകളും ശരീരഭാഗങ്ങളും പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുക, പ്രത്യേകതരം ശബ്ദങ്ങളും പ്രയോഗങ്ങളും ആവർത്തിക്കുക. അങ്ങനെ ASD ഉള്ള ഓരോരുത്തരിലും പ്രത്യേകമായ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഏതു പ്രായത്തിലും ASD തിരിച്ചറിയാൻ കഴിയും. ഒരു കുഞ്ഞ് ജനിച്ച് 1 വയസ്സാകുന്നതിനുള്ളിൽ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ചില കുട്ടികൾക്ക് 3-4 വയസ്സാകുമ്പോഴായിരിക്കാം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സ്പെക്ട്രം ഡിസോർഡർ ഒരു വ്യക്തിയെ ജീവിതകാലം മുഴുവൻ ബാധിക്കുന്ന ഒരവസ്ഥയാണ്, രോഗമല്ല. ചികിത്സിച്ച് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. എന്നിരുന്നാലും പഠനങ്ങൾ കാണിക്കുന്നത് സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ പ്രത്യേകതരം വിദ്യാഭ്യാസത്തിലൂടെയും ട്രെയിനിങ്ങിലൂടെയും അവർക്കുണ്ടായേക്കാവുന്ന പ്രത്യേകതരം ലക്ഷണങ്ങൾ കണ്ടെത്തിയുള്ള ഹോമിയോപ്പതി ചികിത്സയിലൂടെയും അവരുടെ അവസ്ഥയുടെ തീവ്രത കുറയ്ക്കുവാൻ സാധിക്കുകയും ഒടുവിൽ അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും പൂർണ്ണ ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നതാണ്. സ്പെക്ട്രത്തിൻ്റെ അങ്ങേ തലത്തിലുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം നയിക്കുവാനായി മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വന്നേക്കാം. ശരിയായ പിന്തുണയോടെ വിവിധ ഓട്ടിസം ബാധിച്ച ആളുകൾക്കും സന്തോഷകരമായ ജീവിതം ആസ്വദിക്കാനാകും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.